അറേബ്യയെക്കുറിച്ച് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യവും ഇസ്ലാമിക പുണ്യസ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന നാടുമാണ് സൗദി അറേബ്യ. എന്നാൽ സൗദിയുടെ ഈ വളർച്ചയിലും സംസ്കാരത്തിലും ഒരു കൂട്ടം ആളുകൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവരാണ് ഹദ്രമികൾ. യമനിലെ ഹദ്രമൗത്ത് എന്ന സ്ഥലത്ത് നിന്നുള്ളവരാണ് ഇവർ. ഈ ഹദ്രമികൾ എങ്ങനെയാണ് സൗദി അറേബ്യയിൽ സ്വാധീനം ചെലുത്തിയത്? അവരുടെ ജീവിത രീതികൾ, കച്ചവട ബന്ധങ്ങൾ, സൗദി സമൂഹത്തിൽ അവർ നേടിയ സ്ഥാനം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഹദ്രമി പാരമ്പര്യത്തിൽ സൗദി ബാങ്കിംഗ് രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച സലീം അഹമ്മദ് ബിൻ മഹഫൂസിന്റെയും അദ്ദേഹത്തിന്റെ മകൻ ഖാലിദ് ബിൻ മഹഫൂസിന്റെയും ജീവിതത്തിലേക്ക് വരാം. ഹദ്രമൗത്ത് യമൻ എന്ന രാജ്യത്തിന്റെ കിഴക്കു ഭാഗത്തുള്ള മനോഹരമായ മലനിരകളും താഴ്വരകളും നിറഞ്ഞ ഒരു പ്രദേശം. പുരാതന കാലം മുതലേ കച്ചവടത്തിലും സംസ്കാരത്തിലും വളരെ മുൻപന്തിയിൽ നിന്നുള്ളവരാണ് ഹദ്രമികൾ. ഹദ്രമികൾ സൗദി അറേബ്യയിലേക്ക് കുടിയേറാൻ തുടങ്ങിയത് പ്രധാനമായും സാമ്പത്തികപരമായ കാരണങ്ങൾ കൊണ്ടാണ്. ദാരിദ്ര്യം നിറഞ്ഞ ഹദ്രമൗത്തിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതം തേടിയുള്ള യാത്രയായിരുന്നു അത്. സൗദി അറേബ്യയിലെ കച്ചവട രംഗത്ത് ഹദ്രമികൾ വലിയ സ്വാധീനം ചെലുത്തി. അവർ വളരെ നല്ല കച്ചവടക്കാരായിരുന്നു. വിശ്വസ്തതയും സത്യസന്ധതയുമുള്ള കച്ചവട രീതി അവരെ പെട്ടെന്ന് തന്നെ സൗദിയിൽ പ്രശസ്തരാക്കി. ചെറിയ കടകൾ മുതൽ വലിയ ബിസിനസ്സുകൾ വരെ ഹദ്രമികൾ സൗദിയിൽ തുടങ്ങി. തുണിത്തരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, സ്വർണം, പണവിനിമയം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു. സൗദി അറേബ്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഹദ്രമികൾക്ക് വലിയ പങ്കുണ്ട്. ഇന്നും സൗദിയിലെ പല വലിയ ബിസിനസ് ഗ്രൂപ്പുകളും ഹദ്രമി കുടുംബങ്ങളുടെ ഉടമസ്ഥയിലാണ്. കച്ചവടം മാത്രമല്ല, സൗദി സമൂഹത്തിലും സംസ്കാരത്തിലും ഹദ്രമികൾ തങ്ങളുടേതായ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഹദ്രമികൾ സൗദി പൗരന്മാരുമായി വളരെ നന്നായി ഇഴുകിച്ചേർന്നു. സൗദി സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും അവർ ബഹുമാനിച്ചു. അതുപോലെ ഹദ്രമി സംസ്കാരത്തിന്റെ പല നല്ല കാര്യങ്ങളും സൗദി സമൂഹം സ്വീകരിച്ചു. ഭക്ഷണത്തിന്റെ കാര്യമെടുത്താൽ ഹദ്രമി മന്തിയും ബിരിയാണിയുമെല്ലാം ഇന്നും സൗദിയിലെ പ്രധാന വിഭവങ്ങളാണ്. സംഗീതത്തിലും കലയിലും ഹദ്രമി രീതികൾക്ക് സ്ഥാനമുണ്ട്. ഹദ്രമി വസ്ത്രധാരണ രീതി സൗദിയിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും കാണും. അതുപോലെ ഹദ്രമി ശൈലിയിലുള്ള വീടുകൾ സൗദിയിലെ പഴയ നഗരങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഹദ്രമി പാരമ്പര്യത്തിൽ സൗദി അറേബ്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ സലീം അഹമ്മദ് ബിൻ മഹഫൂസിനെ പരിചയപ്പെടാം. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ബാങ്കായ നാഷണൽ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. ഒരു സാധാരണക്കാരനിൽ നിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനത്തിന്റെ അമരക്കാരനിലേക്ക് എത്തിയ അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും പ്രചോദനമാണ്. 1906 യമനിലെ മലമ്പ്രദേശമായ ഹദ്രമൗത്തിൽ ജനിച്ച ഒരു സാധാരണക്കാരനായിരുന്നു സലീം ബിൻ മഹഫൂസ്. കിൻഡ ഗോത്രത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബം വളരെ പാവപ്പെട്ടവരായിരുന്നു. സലീം ബിൻ മുഹമ്മദ് വെറും 6 വയസ്സായപ്പോൾ 1912 സഹോദരങ്ങൾക്കൊപ്പം ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായ ഹെജാസ് പ്രദേശത്ത് കാൽനടയായി യാത്ര തുടങ്ങി. ഏകദേശം 6 മാസത്തെ കാൽനട യാത്രയ്ക്ക് ശേഷം അവർ മെക്കയിലെത്തി. 1935 വരെ അവിടെ ജീവിച്ചു. പിന്നീട് കച്ചവടവും വാണിജ്യവും മെക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് മാറുന്നത് കണ്ടറിഞ്ഞ് സലീം 1935 ജിദ്ദയിൽ സ്ഥിരതാമസമാക്കി. ഔദ്യോഗിക വിദ്യാഭ്യാസം കാര്യമായി ലഭിച്ചിട്ടില്ലെങ്കിലും സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ബിസിനസ് രംഗത്തെ സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ടും അദ്ദേഹം വലിയ ഉയരങ്ങളിലെത്തി. തുടക്കത്തിൽ അബ്ദുൾ അസീസ് അൽ കാക്കിയുടെ പങ്കാളിത്തത്തോടെ മണി എക്സ്ചേഞ്ചറായി സലീം ബിൻ മഹഫൂസ് പ്രവർത്തിച്ചു. അബ്ദുൾ അസീസ് അൽ കാക്കിക്ക് ജിദ്ദയിൽ അന്ന് വെറും 2 എണ്ണം മാത്രം ഉണ്ടായിരുന്ന ടെലിഫോണുകളിൽ ഒന്ന് സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. 1937 ആയപ്പോഴേക്കും സലീം ഈ ബിസിനസിന്റെ സഹ ഉടമയായി. 1948 ഈ പങ്കാളിത്തം അവസാനിപ്പിക്കുമ്പോൾ ബിസിനസ് മൂലധനം 20 മടങ്ങ് വർദ്ധിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ വിജയത്തിന് തെളിവാണ്. 1951 സാലിം അബ്ദുൾ അസീസ് അൽ കാക്കിയുമായി 50-50 പങ്കാളിത്തത്തിൽ സാലിഹ് ആൻഡ് അബ്ദുൾ അസീസ് അൽ കാക്കി ആൻഡ് സലീം ബിൻ മഹഫൂസ് കമ്പനി എന്ന പേരിൽ പുതിയ കമ്പനി തുടങ്ങി. പ്രധാനമായും വിദേശ വിനിമയവും ബാങ്കിംഗ് ഇടപാടുകളുമായിരുന്നു ഈ ബിസിനസ്. അങ്ങനെയിരിക്കെ സലീം ബിൻ മഹഫൂസ് അന്നത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ള സുലൈമാനുമായി കൂടിക്കാഴ്ച നടത്തി.
സൗദി സമ്പദ് വ്യവസ്ഥ വിദേശ ബാങ്കുകളാണ് നിയന്ത്രിക്കുന്നതെന്നും രാജ്യത്തിന് സ്വന്തമായി ഒരു ബാങ്ക് തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും സലീം അദ്ദേഹത്തെ അറിയിച്ചു. ഈ ആശയം രാജാവ് അബ്ദുൽ അസീസിന് മുന്നിൽ എത്തിയപ്പോൾ അദ്ദേഹം അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ 1953 നാഷണൽ കൊമേഴ്ഷ്യൽ ബാങ്ക് 40,000 റിയാൽ മൂലധനത്തിൽ സ്ഥാപിതമായി. സൗദി അറേബ്യയിലെ ആദ്യത്തെ നാഷണൽ കൊമേഴ്ഷ്യൽ ബാങ്ക് സ്ഥാപിച്ചത് സലീം ബിൻ മഹ്ഫൂസ് ആയിരുന്നു. തുടക്കത്തിൽ ഇതൊരു ചെറിയ സ്ഥാപനം മാത്രമായിരുന്നു. എന്നാൽ സലീം അഹമ്മദ് ബിൻ മഹ്ഫൂസിന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും കൊണ്ട് NCB വളരെ പെട്ടെന്ന് തന്നെ വളർന്നു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിൽ അദ്ദേഹം ശ്രദ്ധിച്ചു. പുതിയ സാങ്കേതിക വിദ്യകൾ ബാങ്കിംഗ് രംഗത്ത് കൊണ്ടുവരുന്നതിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. കാലക്രമേണ NCB സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ബാങ്കായി മാറി. മിഡിൽ ഈസ്റ്റിലെ തന്നെ പ്രധാന ബാങ്കുകളിലൊന്നുമാണ് NCB. 1994 സലീം ബിൻ മഹ്ഫൂസ് അന്തരിച്ച ശേഷം മകൻ ഖാലിദ് ബിൻ മഹ്ഫൂസ് NCBയുടെയും കുടുംബ ബിസിനസിന്റെയും നേതൃത്വത്തിലേക്ക് വന്നു. സലീം ബിൻ മഹ്ഫൂസിന്റെ സ്വത്ത് ഖാലിദ് ബിൻ മഹ്ഫൂസ് മറ്റു 4 ആൺമക്കൾ, ഭാര്യ, പെൺമക്കൾ എന്നിവർക്കായി വിഭജിച്ചു. ഖാലിദിന്റെ സഹോദരന്മാർ SEDCO എന്ന ഹോൾഡിംഗ് കമ്പനി രൂപീകരിച്ചു. SEDCO റിയൽ എസ്റ്റേറ്റ്, ഹോട്ടൽ, ഓഹരി വിപണി തുടങ്ങിയ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1997 ഖാലിദ് ബിൻ മഹ്ഫൂസ് NCBയുടെ 20.7% ഓഹരി സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് വിറ്റു. പിന്നീട് കൂടുതൽ ഓഹരികൾ സൗദി പബ്ലിക് ഓണർഷിപ്പ് ഫണ്ടിന് കൈമാറി. 2002 അവസാനത്തോടെ ഏകദേശം $1.5 ബില്യൺ ബാക്കിയുള്ള 50% ഓഹരിയും സൗദി ഗവൺമെന്റിന് വിറ്റു. ഈ ഡീലിന് ശേഷം ബിൻ മഹ്ഫൂസ് കുടുംബം ലോകത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിൽ ഒന്നായി മാറി. 2002 ഫോബ്സ് മാസികയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ 40ാമത്തെ വലിയ ധനിക കുടുംബമായിരുന്നു ബിൻ മഹ്ഫൂസ് ഫാമിലി. ഏകദേശം $4.1 ബില്യൺ ആയിരുന്നു അവരുടെ ആസ്തി. ഈ സമയത്താണ് NCB ഒരു പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി മാറുന്നത്. എന്നാൽ ഖാലിദ് ബിൻ മഹ്ഫൂസിന്റെ ജീവിതം വിവാദങ്ങളിൽ നിന്ന് ഒഴിവായിരുന്നില്ല. ഫോബ്സ് മാസികയുടെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ പരാമർശിക്കുന്നുണ്ട്. 1990കളിൽ ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആൻഡ് കൊമേഴ്സ് ഇന്റർനാഷണൽ തകർച്ചയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടിരുന്നു. എങ്കിലും ഖാലിദ് ബിൻ മഹ്ഫൂസിനെതിരെ ക്രിമിനൽ കുറ്റങ്ങളൊന്നും തെളിയിക്കപ്പെട്ടില്ല. എങ്കിലും ഖാലിദ് ബിൻ മഹ്ഫൂസിന്റെ സംഭാവനകളെ പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. പിതാവിന്റെ മരണശേഷം NCBയെ അദ്ദേഹം മുന്നോട്ട് നയിച്ചു. അദ്ദേഹത്തിന്റെ മക്കളായ അബ്ദുൽ റഹ്മാനും സുൽത്താനും ഇന്ന് അൽ മുർജാൻ ട്രേഡിംഗ് കമ്പനി ഉൾപ്പെടെ സ്വന്തമായി പല ബിസിനസ്സുകളും നടത്തുന്നു. പിതാവിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഷെയ്ഖ് സലീം ബിൻ മഹ്ഫൂസ് ചാരിറ്റബിൾ ഫൗണ്ടേഷനിലൂടെ ഇപ്പോഴും തുടരുന്നു. ഖാലിദ് ബിൻ മഹ്ഫൂസ് 2009 ഓഗസ്റ്റ് 16 അന്തരിച്ചു.